ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചും പ്രാർത്ഥിച്ചും ശീലിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വചനം ആത്യന്തികമായി പഠിപ്പിക്കുന്ന ഏക പ്രാർത്ഥന അത് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. അത് വാക്കുകളല്ല, ജീവിതമാണ്. അത് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും പ്രേരിപ്പിക്കുന്ന അമൂല്യമായൊരു ഘടകമാണ്. മനുഷ്യൻ എങ്ങനെയാവണം, എന്താവണം, എന്താഗ്രഹിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് അത് വ്യക്തമാക്കുന്നുണ്ട്. പ്രാർത്ഥന ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ്. അതൊരു സുഹൃതമാണ്. സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കുവാനും കൃപകളിൽ നിറയുവാനും ഭൂമിയിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട കർത്തവ്യങ്ങളെയും കടമകളെയും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്ന അടയാളമായിരുന്നു ആ പ്രാർത്ഥന. മടിപ്പില്ലാതെ പ്രാർത്ഥിക്കുക, മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുക. ആവശ്യനേരത്തുള്ള അനുഗ്രഹങ്ങൾക്ക് നിന്നുള്ള ഓട്ടമായി പ്രാർത്ഥനകൾ രൂപപ്പെടാതിരിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാവട്ടെ. പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹാമനസ്കത നാം തിരിച്ചറിയുക തന്നെ ചെയ്യും. പ്രാർത്ഥന ഏറ്റവും വിശുദ്ധമായ ഒരു ബന്ധത്തിൻ്റെ അടയാളമെന്ന് വിശേഷിപ്പിക്കുന്നതും അതുതന്നെയല്ലേ. നിരന്തരം നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കാലതാമസങ്ങൾ നേരിടുമ്പോഴും കരുണയില്ലാതാകുന്നുവെന്നർത്ഥമില്ലല്ലോ. കരുണാമയൻ എത്ര വലിയ കാരുണ്യമാണ് നമ്മുടെ മേൽ ചൊരിയുന്നത്. പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം പറയുന്ന ഉപമകൾ പോലും അതിനനുബന്ധമാണ്. ഏതു പാതിരാത്രിയിലും ചെന്ന് വിളിക്കുവാൻ സാധിക്കുമ്പോഴും തിരസ്കരണത്തിൻ്റെ വാക്കുകൾ ഉള്ളറയിൽ നിന്ന് കേൾക്കേണ്ടി വന്നാലും നിരാശപ്പെടാതെ മുട്ടുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ കാണാൻ സാധിക്കും. ആവശ്യം തിരിച്ചറിഞ്ഞ് അനുഗ്രഹമായത് രൂപപ്പെടുകയും ചെയ്യും. അതുതന്നെയല്ലേ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ദൈവത്തെ മറക്കാതെ ജീവിക്കുവാനൊരു ഓർമ്മപ്പെടുത്തൽ, മനുഷ്യനെ നിന്ദിക്കാതിരിക്കുവാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ തന്നെ പരിമിതികളെ തിരിച്ചറിയുവാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ മാപ്പ് ചോദിച്ചും മഹാമനസ്കതയിലും ഈ ജീവിതത്തെ എത്ര ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് സ്വർഗീയ പിതാവിൻ്റെ പ്രാർത്ഥനയെന്ന് നാം വിശേഷിപ്പിക്കുന്ന സ്വർഗസ്ഥനായ പിതാവെന്ന്. ഈ ജീവിതം തന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ അവൻ്റെ കരുണാകടാക്ഷം ആഗ്രഹിക്കുക. ഒരുപാട് ബലഹീനതകളിൽ വീണു പോകുവാൻ സാധ്യതയുള്ള മനുഷ്യനാകയാൽ ബലവാനായ ദൈവത്തോട് മാപ്പിരക്കുക. ഇനി കിട്ടിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒന്നും കൃതജ്ഞതയോടുകൂടി ജീവിക്കുമ്പോൾ നമ്മുടെ കൺവെട്ടത്ത് സഹോദരനിലേക്ക് നോക്കുവാനുള്ളൊരു കണ്ണുകൂടി ഉണ്ടാകണമെന്നും ഈ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കുവാനും നമ്മളിലേക്ക് തന്നെ നോക്കുവാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് നോക്കുവാനും പ്രേരിപ്പിക്കുന്ന അത്ഭുതമായി പ്രാർത്ഥന മാറുന്നു. കരുണയില്ലാതെ എന്ത് പ്രാർത്ഥനയാണ്? സ്നേഹമില്ലാതെ എന്ത് പ്രാർത്ഥനയാണ്? ദൈവത്തെ നോക്കാതെയും ദൈവത്തെ അവിടുത്തെ അനുഗ്രഹത്തെ ശ്രദ്ധിക്കാതെയും എന്ത് പ്രാർത്ഥനയാണ്? ഇനി എന്തിനേറെ ഒരല്പം പോലും അപരനോട് സ്നേഹമില്ലാതെ എന്ത് പ്രാർത്ഥനയാണ്? ദൈവത്തിങ്കിലേക്ക് നീളുന്ന നമ്മുടെ കരങ്ങളും ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ തത്തുല്യമായ രീതിയിൽ മനുഷ്യരിലേക്ക് നീളേണ്ടതും കാണേണ്ടതും കരുണയാവേണ്ടതും തന്നെയല്ലേ. അതാണ് ക്രിസ്തു ആഗ്രഹിച്ച പ്രാർത്ഥന. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മനുഷ്യൻ്റെ ജീവിതത്തെ വാഴ്ത്തിയെടുക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകട്ടെ. നമുക്കും പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് വാക്കുകൾ ചേരുന്നതിനെയല്ല പ്രാർത്ഥനയെന്ന് പറയുക, ഹൃദയം ചേരുന്നതിനെയാണ്. ജീവിക്കുവാനുള്ള പാതകയുടെ പേരാണ് പ്രാർത്ഥന. അത് ജീവിതമായി രൂപപ്പെടേണ്ടതാണ് പ്രാർത്ഥന. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.